ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനായി ഒരുങ്ങിയിട്ടുള്ള ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കേന്ദ്ര മന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, മുൻ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ, പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗി, മുൻ അധ്യക്ഷന്മാർ, പുതുതായി സ്ഥാനമേറ്റെടുത്തിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി മറ്റ് എല്ലാ നേതാക്കൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു പ്രസംഗത്തിനൊട്ടുമേ മുതിരുന്നില്ല. ആശംസ അർപ്പിക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഒരു പ്രവർത്തനത്തിൽ മാത്രമാണ് ഈ പോഡിയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നുള്ളൂ. ആദ്യം തന്നെ പ്രിയ സഹോദരൻ 18 വർഷം ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസഭയിൽ, അതിൽ 5 വർഷം 2019 മുതൽ 24 വരെയും കേന്ദ്രമന്ത്രി, ഇത്തരത്തിലൊക്കെ തൻ്റെ മികവ് മാത്രം തെളിയിക്കാൻ സാധിച്ചതിന് മുന്നേയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഓൺടർപ്രണർ എന്ന നിലയ്ക്കുള്ള ഖ്യാതിയൊക്കെയും ലോകപ്രശസ്തമാണ്. കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഈ തരുണത്തിൽ വളരെ ആദരവോടെ ഓർക്കുന്നത്, ഒരുപക്ഷെ ഈ പദവിയിൽ ഇതിൻ്റെ ആരംഭ കാലത്ത്, സ്ഥാപിതമായ കാലത്ത് ഈ കസേരയ്ക്ക് അന്തസ് ചാർത്തി നൽകിയ ശ്രീ ഒ രാജഗോപാൽജി, അതുപോലെ തന്നെ സ്വർഗീയനായ ശ്രീ മാരാർജി തുടങ്ങി ഇങ്ങോട്ട് ശ്രീ സി കെ പത്മനാഭൻ, കൃഷ്ണദാസ്, കുമ്മനം രാജേട്ടൻ തുടങ്ങിയുള്ള മറ്റ് അധ്യക്ഷന്മാരെല്ലാം തന്നെ ശ്രീ വി മുരളീധരൻ ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ഒരു മുഹൂർത്തം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ശ്രീ വി മുരളീധരൻ ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം കരുത്ത് പകർന്നെടുക്കാൻ അണികളെ മുഴുവൻ സജ്ജമാക്കിയ ഏറ്റവും മികച്ച ഒരു അധ്യക്ഷൻ തന്നെയായിരുന്നു. ഇത്തരുണത്തിൽ വിലയിരുത്തലോടെ, അന്ന് ഞാൻ പാർട്ടിയിൽ ഇല്ലാത്ത ആളാണ്, എങ്കിലും വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മളത് ഓർക്കാതെ പോകരുത്. ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. സുരേന്ദ്രനിലേക്കും അതിനു മുമ്പ് കുമ്മനം രാജേട്ടനിലേക്കും ഈ ദീപശിഖ കൈമാറുമ്പോൾ അതിൻ്റെ തിളക്കം വർദ്ധിപ്പിച്ച് തന്നെ പൂർണ്ണ അന്തസ്സോടെയാണെന്ന് സഹോദരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഈ ഉത്തരവാദിത്വം, എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന്, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു മികവ് കൂടി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത്, സഹോദരൻ എന്നൊക്കെ നിലയ്ക്ക് ഇത് വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഒരു ഉദ്യമം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് നമുക്ക് ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുവാൻ, അനുഭവത്തിൽ നമുക്ക് പകർന്നെടുക്കുവാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരത്തെ ഒരു 3 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ മാത്രമല്ല, ഒരുപക്ഷെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ, അതാരുടെ സമ്മേളനമെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വിലയിരുത്തൽ വന്നതിനെ സംബന്ധിച്ച് ശ്രീ സുരേന്ദ്രൻ ഇവിടെ പരാമർശിച്ചെങ്കിൽ ഞാൻ അതിനോട് ഒരു വാക്കുകൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വിലയിരുത്തൽ ഇത് സൈദ്ധാന്തികമായ ഐഡിയോളജിക്കൽ വേരിയന്റ് അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയപ്പാടോടെ അവർ മനസ്സിലാക്കിയെങ്കിൽ, ഇല്ല അവിടെ കൈയടിക്കരുത്,
കൈയടിക്കാൻ ഞാനൊരവസരം തരാം. ഇത് സൈദ്ധാന്തികമായ ഒരു തയ്യാറെടുപ്പ് കേരളത്തിലെ ജനത അതിശക്തമായി നടത്തിയെടുത്തിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഈ ബാറ്റൺ ശ്രീ സുരേന്ദ്രൻ കൈമാറിയ നിമിഷം ഇത് സൈദ്ധാന്തികമായ ഒരു വിപ്ലവത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ, അവർ അത് മനസ്സിലാക്കി അതിനുള്ള പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമാണ് നമുക്കിതൊരു വലിയ ചലഞ്ചായി മാറുന്നത്. രാജേട്ടനും രണ്ട് രാജേട്ടന്മാരും മറ്റെല്ലാ മുൻ അധ്യക്ഷന്മാരും ഒരുപക്ഷെ ഇതിന് കരുത്ത് കൂടുതൽ പകർന്ന് നൽകി ഓരോ പടി മുന്നോട്ടും മേലോട്ടുമാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നതെങ്കിൽ അതുക്കും മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണുവാൻ പോകുന്നത്. നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട്. ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിൽ അത് ശരി, ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് ത്രസിക്കൂ അല്ലേ? നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മലാ സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം ഈ നിമിഷം. ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഉറപ്പായിട്ടും ശക്തമായ പിന്തുണയാണ്, ആശംസകൾ മാത്രമല്ല പിന്തുണയാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഹൃദയപൂർവ്വം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ശക്തമായ പിന്തുണ. ഭാരത് മാതാ കി ജയ്. അടുത്തായി ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ ജി കേന്ദ്രമന്ത്രി അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഒരു പോരാളിയിൽ നിന്ന് ഒരു തേരാളിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക കൈമാറിയിരിക്കുക. കേരളത്തിൻ്റെ നീലവാലിലെ ഏറ്റവും ഉയരത്തിൽ ആ ഹരിത കുങ്കുമ പതാക പാലിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ തേരിൽ കേരളത്തിലെ BJPയുടെ മുഴുവൻ പോരാളികളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ സഹായത്തോടെ CPM കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കേരളത്തെ മോചിപ്പിച്ച് നരേന്ദ്രമോദിയുടെ വികസന സന്ദേശം തലയെടുപ്പോടുകൂടി ഓരോ വീട്ടിലും എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രൗഢമായിട്ടുള്ള ഈ ഹാളിൽ നിന്ന് പ്രൗഢമായിട്ടുള്ള തുടക്കം കുറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ, അതേപോലെ ഇവിടെ പുതിയ പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനം നടത്തിയ ശ്രീ പ്രഹ്ലാദ് ജോഷിജി, നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പ്രകാശ് ജാവ്ദേക്കർജി, അപരാജിതാജി, അതേപോലെ ഇന്ന് പുതിയ അധ്യക്ഷനായി അവരോധിക്കപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ, ബഹുമാന്യനായ രാജേട്ടൻ ഉൾപ്പെടെ വിശിഷ്ട നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അവരോധിക്കപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ശ്രീ O. രാജഗോപാൽജി മുതൽ K. സുരേന്ദ്രൻ വരെ 10ഓളം ആളുകൾ
BJPയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ ശ്രീ സുരേഷ് ഗോപിജി സൂചിപ്പിച്ചതുപോലെ സ്വർഗീയ മാരാർജി നമ്മോടൊപ്പം ഇല്ല. ബാക്കി ഈ വേദിയിൽ തന്നെ എല്ലാ മുതിർന്ന നേതാക്കന്മാരുമുണ്ട്, ചിലർ വരാനുമുണ്ട്. നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിന് പ്രധാനമായ 3 സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ശ്രീ വി മുരളീധരൻ പ്രസിഡൻ്റാവും, കെ സുരേന്ദ്രൻ തുടരും, MT രമേശ് ആകും, അതേപോലെ എൻ രാധാകൃഷ്ണനാകും, ശോഭാ സുരേന്ദ്രനാകും, അങ്ങനെ നിരവധി ആളുകളുടെ പേരുകൾ വന്നിരുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഒരാളല്ല, രണ്ടാളല്ല, അനേകം നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി നേതൃസമ്പന്നമായ പാർട്ടിയാണ്, നേതൃസമൃദ്ധമായ പാർട്ടിയാണ് എന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം. ഇവിടെ 1-2 നേതാക്കന്മാർ വേദിയിലുണ്ട്, അതിലപ്പുറം നേതാക്കന്മാർ ഈ സദസ്സിലുമുണ്ട്. 1ാം നിര, 2ാം നിര, 3ാം നിര, 4ാം നിര, എത്ര നിര വേണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഇവരെല്ലാം നേതൃസരണിയിലേക്ക് വളർന്നു വന്നത് ഏതെങ്കിലും കുലമഹിമ കൊണ്ടല്ല, ആദർശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ത്യാഗത്തോടെ, സഹനത്തോടെ, സമർപ്പണ ഭാവത്തോടെ പ്രവർത്തിച്ചതിലൂടെയാണ് ഇത്തരം നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സവിശേഷതയാണ്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കാൻ കഴിവും കരുത്തുമുള്ള നേതൃത്വമുണ്ടെന്ന് മാത്രമല്ല, പുതിയ കേരളത്തെ നയിക്കാൻ പ്രാപ്തരായ നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എന്നും ഇവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, മറ്റൊരു സന്ദേശം എന്താ? നേതൃസമ്പന്നമാണ്, നേതൃസമൃദ്ധമാണ്. ഇന്നലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഐകകണ്ഠേനയാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചത്. ഇതിലൂടെ നൽകുന്ന സന്ദേശം, ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം. BJP അച്ചടക്കവും അനുശാസനവും ആദർശബോധവുമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3ാമത്തെ സന്ദേശം, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഹാള് നമ്മുടെ രാജശേഖർജി ഇവിടെയുണ്ട്. ഈ ഹാളിന് പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ്ജിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും ജനസ്വാധീനവും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ. 1 ലക്ഷത്തിന് ഏതാണ്ട് 11 വോട്ടിൻ്റെ കുറവ് മാത്രമാണ് 2019 UDF സ്ഥാനാർത്ഥിക്ക് ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തവണ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായതോടുകൂടി അത് 16,000-ലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനവും ജനപിന്തുണയും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി പറയുന്നു, എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ BJP അത്ഭുതകരമായ, ഐതിഹാസികമായ വിജയം കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടി നേരത്തെ പ്രഹ്ലാദ്ജി സൂചിപ്പിച്ചു, ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മധ്യഭാഗവും എല്ലാം BJP. തമിഴ്നാടും കേരളവും മാത്രമാണ് ഇപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നത്. ശ്രീ പ്രഹ്ലാദ്ജി അടുത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പോടുകൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ ഇത് തിരുത്തി കാണിക്കും. കേരളവും ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം അണിചേരുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് വീരമൃത്യു വരിച്ചിട്ടുള്ള
കണ്ണൂരിലും തിരുവനന്തപുരത്തും അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബലിദാനികളായിട്ടുള്ള നൂറുകണക്കിന് ഉശിരന്മാരായിട്ടുള്ള പ്രവർത്തകന്മാരുടെ സുന്ദരമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. അതിന് നേതൃത്വം നൽകാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് സാധിക്കുമാറാകട്ടെ. അതിനുള്ള കഴിവും കരുത്തും ശ്രീ പത്മനാഭസ്വാമി അദ്ദേഹം നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബോലോ ഭാരത് മാതാ കീ. അടുത്തതായി നമ്മുടെ മുൻ അധ്യക്ഷൻ ദേശീയ സമിതി അംഗം ശ്രീ കുമ്മൻ രാജേട്ടനെ ക്ഷണിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. അഭിമാനകരമായൊരു നിമിഷമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൻ കുതിപ്പ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ചരിത്ര മുഹൂർത്തമാണ്. തീർച്ചയായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM LDFും UDFും നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ മലീമസമാക്കി. ഈ രാഷ്ട്രത്തിൻ്റെ, ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അഴിമതിയും ദുർഭരണവും കൊണ്ട് വളരെ മലീമസമായി തീർന്നിരിക്കുന്ന ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു നവോത്ഥാനം, പരിവർത്തനം, മാറ്റം, വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൻ കുതിപ്പിനാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുന്നത്. അതിൻ്റെ അമരക്കാരനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ അഭിമാന മുഹൂർത്തത്തിൽ പങ്കുകൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളത് സൗഭാഗ്യസന്ദായകമായൊരു നിമിഷമാണ്. വികസനം എന്ന് പറയുന്നത് ഇവിടെ CPMനോ കോൺഗ്രസ്സിനോ ഒരിക്കൽ പോലും ചിന്തിക്കാൻ വയ്യാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ കേരളം ഈ 64-65 വർഷം കഴിഞ്ഞിട്ട് ഈ പരുവത്തിൽ കഴിയുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ നാടിൻ്റെ വികസനം എങ്ങനെയായിരിക്കണം. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ ഒരു ഏട് തുന്നിച്ചേർക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഇതാ രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ചുമതലയേൽക്കുമ്പോൾ അതിന് ഈ കേരള ജനത പരുവപ്പെടുകയാണ്. അതൊരു വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ആദർശ രാഷ്ട്രീയം ഈ കേരളത്തിന് അനിവാര്യമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഇവിടെ ഒരുവിധ ആദർശവും സംശുദ്ധ രാഷ്ട്രീയവും നമ്മുടെ ഈ മണ്ഡലത്തിൽ കാണാനില്ല, ഈ രംഗത്ത് കാണാനില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആദർശ രാഷ്ട്രീയത്തിൻ്റെ, ആശയ രാഷ്ട്രീയത്തിൻ്റെ ഉജ്ജ്വലമായ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കാൻ കഴിയുന്ന ഒരു വൻ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വയലാറിൻ്റെ 2 വരി, അഭിമാന രോമാഞ്ചമണിയുന്നു നിങ്ങൾക്കെൻ അഭിവാദനങ്ങൾ ഞാൻ നൽകിടുമ്പോൾ. അടുത്തതായി നമ്മളേവരും കാത്തിരുന്ന നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ അഭിസംബോധന പ്രസംഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയം മുതൽ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ വാർത്തയും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി. ചില മാധ്യമങ്ങളൊക്കെ ചില നിരീക്ഷണം നടത്തി അദ്ദേഹം നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ദൈനംദിന പ്രവർത്തനത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും ഒരു സംശയവും വേണ്ട. 45 ദിവസം തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ BJP പ്രവർത്തകർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. രാജീവ് ചന്ദ്രശേഖർജിക്ക് അദ്ദേഹം ഒരു സയന്റിസ്റ്റ്, ടെക്നോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ള അറിവും കേരളത്തിലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനവും വെച്ചുകൊണ്ട് വളരെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്, പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വേണ്ടി സ്വീകരിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുന്നു. സംസ്ഥാന സമിതിയുടെ മുൻ അധ്യക്ഷൻ, അത് ട്രെയിൻഡായി വരുന്നതേ ഉള്ളൂ, ശ്രീ K. സുരേന്ദ്രനെ ക്ഷണിക്കുന്നു.
അടുത്തതായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കരമന ജയൻ അവർ സ്വീകരിക്കുന്നു. അടുത്തതായി ശ്രീ കരമന ജയൻ അവർ ഓണവില്ല് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായുള്ള ഓണവില്ല് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. അതിന് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അവർകളെ ശ്രീ കരമന ജയൻ അവർ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തായി സിറ്റി ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും സഹപ്രവർത്തകരും രാജവിജയ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുന്നു. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭ സുരേന്ദ്രൻ രാജവിജയെ ഷാളണിച്ച് സ്വീകരിക്കുന്നു. തിരുവനന്തപുരം സൗത്ത് നോർത്ത് ജില്ലകൾക്ക് വേണ്ടി ശ്രീ മുക്കമ്പാലമൂട് ബിജുവും അതോടൊപ്പം തന്നെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ SR രജികുമാറും രാജീവ് ചന്ദ്രശേഖർജിയെ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. കഴിഞ്ഞില്ലേ? ഇനി നിരവധി നേതാക്കന്മാർ സ്വീകരിക്കുവാനുണ്ട്. അതിനു മുൻപ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.